നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സാധനമായിരുന്നു നടിപ്പിൻ നായകൻ സൂര്യ അഭിനയിച്ച കങ്കുവയുടെ ട്രെയിലർ. ആ സാധനം വന്നിട്ടുണ്ട്. ഒരു തീപ്പൊരി അടാറ് ഐറ്റം സാധനമാണ്. ബോക്സ് ഓഫീസ് നിന്ന് കത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ കത്തി പടർന്ന് ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു അടാറ് ഐറ്റാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും സൂര്യയെ കുറിച്ച് ഒരേ ഒരു പരാതി മാത്രമേ ഉള്ളൂ. ബോക്സ് ഓഫീസിൽ ഒരു കാര്യമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒറ്റ പരാതിയാണുള്ളത്. പക്ഷെ ആ പരാതികളൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു അടാറ് ഐറ്റം മാസ സാധനമാണ് മച്ചന്മാരെ വന്നിട്ടുള്ളത്. ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സാധനം ഇറങ്ങിക്കഴിഞ്ഞാൽ തമിഴിലെ ആദ്യം 1000 കോടിയിലേക്ക് പോകുന്ന സിനിമ 100% സാധ്യതയുള്ള സാധനമാണ്. നമുക്ക് ആ ട്രെയിലർ ഒന്ന് കാണാം. 2 മിനിറ്റ് 37 സെക്കൻഡ് ഉണ്ട് സാധനം. ഒന്ന് കണ്ടു നോക്കാം. തീപ്പൊരി സാധനമാണ്. ഭയങ്കര ഒരു നല്ലൊരു സീനറിയാണ് കേട്ടോ. ആ സ്ക്രീനിൽ ഒരൊറ്റക്ക് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന സൂര്യാണ്. ആ ബാക്ക് ഭാഗം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ലാവല്ലേ കുട്ടിയെടുക്കുന്നു. സാധനം ഡബ്ല്യോളാണ്. ഡബ്ല്യോള് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു റീ എൻട്രി പോലെയാണ് അനിമലിൽ വന്നത്. അനിമല് തകർപ്പാണ്. അദ്ദേഹത്തിന്റെ ആ വില്ലൻ കഥാപാത്രം എന്നൊക്കെ പറഞ്ഞത് ഒരു രക്ഷയില്ലാത്ത ലെവലായിരുന്നു. വീണ്ടും കങ്കുവയില് അത് ഭീകരമായിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം വരുന്നത്. ഇതിന്റെ ഇടയിൽ സൂര്യനെന്ന് കാണിച്ചു. അയ്യോ, ഫുള്ള് ശരീരത്തിന്റെ പാർട്സ് ആട്ടോ പുഴകളുടെ അതിലേക്ക് വരുന്നത്. വരണം വരമാട്ട. ഹേയ് വന്നിട്ടാച്ചാ, അണ്ണം വന്നിട്ട സൂര്യണ്ണം വന്നിട്ട സൂര്യ. ഏഴാം അറിവില് ആ കുതിരപ്പുറത്ത് തന്നെ ഒരു സീനുണ്ട് ഇതേപോലെ. അതാണ് ഓർമ്മ വന്നത്. epic emotions. Alright. വെപ്പൻസ് എന്താ കൊലക്കൊമ്പൻ. കൊമ്പൻ സാധനമാണ് വെപ്പൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ബാബിഡിയോളിന്റെ ഒരു മാസ ഐറ്റം തന്നെ ആവട്ടെ ഇതിലുണ്ടാവാം. നോർമലി ഒരു വില്ലന്മാരെ പോലെ ഒന്നും ആവില്ല. ഒരു പക്ഷെ അനിമലിലൊക്കെ കൊടുത്ത പോലത്തെ ഒരു വമ്പൻ സാധനമായിരിക്കും. ഒരു പാമ്പ് പോയതല്ലേ ആ ചിരി. അതിനെ തൂക്കി മാസ് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കങ്കുവ. ശിവാന്തി വേൾഡ് വൈഡ് റിലീസ് ഒക്ടോബർ 10 സാധനം വരുന്നത്. അപ്പോ പൊന്നുമച്ചന്മാരെ, എല്ലാവരുടെ പരാതി തീർക്കാൻ പോവാണ് കങ്കുവയിലൂടെ സൂര്യയുടെ കാര്യമായി ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ ഈ സിനിമയോടെ ആ പരാതി ഒന്ന് മാറിക്കിട്ടും. അത് മാത്രമല്ല, തമിഴിലെ ആദ്യത്തെ 1000 കോടിയിലേക്ക് ഈ സിനിമ പോകാൻ സാധ്യത ഉണ്ട്. കാരണം അത് കണ്ടിട്ട് അത്ര പെർഫെക്റ്റ് ആണ് അതിന്റെ മേക്കിങ് എല്ലാം. പിന്നെ ശിവ ടീമിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ ഫൈറ്റ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത സാധനമായിരിക്കും. എന്തായാലും ഇതിന്റെ ആർട്ട് വർക്ക് ഒക്കെ ഭയങ്കര രസകരമായിട്ടുണ്ട്. പിന്നെ ഇതിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മളാ പോസ്റ്ററിൽ കണ്ട പോലെ, അതേപോലെ ഇപ്പോ ട്രെയിലറിൽ കണ്ട പോലെയൊക്കെ എന്താണ് ഒരു ലാഭമൊക്കെ ഒഴുകി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സൂര്യ ഒരു ഗോത്ര തലവനായിട്ടൊക്കെ ആവാനാണ് സാധ്യത. അത് മാത്രമല്ല, ആ ഗോത്രത്തിലുള്ള എല്ലാവരെയും തകർത്തെറിഞ്ഞതിന് ശേഷം തോന്നുന്നു സൂര്യയുടെ ആ എൻട്രി ഉള്ളത്. വില്ലന്മാര് സൂര്യയുടെ ആ ഗോത്രത്തിനെ തകർത്തെറിഞ്ഞതിന് ശേഷം ഒരു എൻട്രിയാണ്. ഒരു മാസ് റിവെഞ്ച് സാധനം തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് ഒക്ടോബർ 10 വരെ കാത്തിരിക്കണം എന്നുള്ളൂ. ഇപ്പൊ ഇത്രയും കാലം നമ്മൾ ഈ കങ്കുവയ്ക്ക് വേണ്ടി കാത്തിട്ടുണ്ട്. കാരണം കങ്കുവ എന്ന് പറഞ്ഞാൽ ടെക്കിടക്ക് ഓരോ അപ്ഡേഷൻ തന്നെയാണ്. ഓരോ അപ്ഡേഷനും ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ പടർന്ന് കയറാറുണ്ട്. ഇതും അതേപോലെ തന്നെ പടർന്ന് കയറട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത്. ബൈ ബൈ.